അങ്ങനെ നമ്മുടെ സ്റ്റാൻലി അലീനോട് ഫ്രണ്ടിലിരിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീനയാണെങ്കിലും അപ്പച്ചനോട് പറയുന്നുണ്ട്, അപ്പച്ചൻ മുന്നിലിരുന്നോ, ഞാൻ ബാക്കിൽ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അപ്പച്ചൻ പറയുന്നുണ്ട്, നീയാണ് മുന്നിലിരിക്കേണ്ടവൾ, ഞാൻ കുറേ കാലം മുന്നിലിരുന്നതാണ്, ഇനി ഞാൻ ബാക്കിൽ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലിക്ക് ദേഷ്യം വന്നിട്ട്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അലീന എന്ന് പറയുന്നുണ്ട്. ആ കേട്ടു, പിന്നെന്താ അനുസരിക്കാത്ര, മടി കയറി ഇരിക്കാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ അലീന വേഗം കയറി ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി യാത്ര പോകുന്നുണ്ട്. പോണ സമയത്ത് പോണ വഴിയിൽ നമ്മുടെ അലീനയും അപ്പച്ചനും സ്റ്റാൻലിയൊക്കെ ഓരോന്ന് തമാശ പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും എസ്റ്റേറ്റ് എത്താനുള്ള സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറയുന്നുണ്ട്, അലീനോട് പറയുന്നുണ്ട്, നീ ആരെങ്കിലും ചോദിക്കുമ്പോൾ വലിയ ഗമയ്ക്ക് പറഞ്ഞാൽ മതി, നീ MA ചെയ്യാണ്, BEd MSc അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇതൊക്കെ എന്താ, ആർക്കറിയാം, ഇതൊക്കെ നീ അങ്ങോട്ട് പറഞ്ഞോ, നിന്നെ ആരും ചെറുതായിട്ട് കാണണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അലീനോട് നമ്മുടെ അപ്പച്ചൻ. എന്തായാലും എല്ലാവരും കൂടി തോട്ടമൊക്കെ കാണാൻ പോകുന്നുണ്ട്. തോട്ടം കാണാൻ സമയത്ത് നമ്മുടെ അലീനോട് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതൊക്കെ കുറ്റിക്കാടായിട്ട് കടന്നിരുന്നതാണ്, ഞാൻ വാങ്ങിയിട്ട് ഇവിടെയൊക്കെ റബ്ബർ വെച്ചതാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തതൊന്നും അല്ലല്ലോ, തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി വിചാരിച്ചിട്ട്, ഇവൾക്ക് എന്താ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ, അതാ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന തോട്ടമൊക്കെ ചുറ്റി കാണുന്ന സമയത്ത് നമ്മുടെ അപ്പച്ചനോട് സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച ഇവൾക്ക് എന്താ കുറച്ച് ബുദ്ധി കുറവുണ്ടോ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറഞ്ഞു, ബുദ്ധി കുറവല്ല, അവൾക്ക് ബുദ്ധി കൂടുതലാണെന്ന് പറയുന്നത്, നിന്നെ അവൾ കളിയാക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്റ്റാൻലി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. എല്ലാ കണക്കെടുപ്പൊക്കെ നോക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് കണക്കൊന്നും ശരിയാവാഞ്ഞിട്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും സ്റ്റാൻലി മടങ്ങുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാ നിങ്ങളുടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നത്, നീ എൻ്റെ മകളെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമാവുണ്ട്. അവൾ വേഗം അവളുടെ പപ്പട കൈ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശനും പിടിക്കുന്നുണ്ട്. എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്റ്റാൻലിക്കും അലീനയുടെ കണ്ണ് നിറയുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലിക്കും സങ്കടമാവുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.